പിയേഴ്സൺ സാർ, നമ്മുടെ ബീരൻ സിംഗ് രാജിവെക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. ഇത്രയും കാലം അദ്ദേഹത്തിന് യാതൊരു അനക്കമില്ലായിരുന്നു. BJP ആണെങ്കിൽ അങ്ങനെ ഒരു ഭാഷ സംസാരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ രാജിയിൽ കലാശിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന്? ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹം രാജിക്ക് നിർബന്ധിതനാകുന്നത് BJPയിലെ നിരവധി MLAമാർ അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം അടുത്ത ദിവസം അവിശ്വാസ പ്രമേയം വരുന്നുണ്ട്. ആ അവിശ്വാസ പ്രമേയം പാസ്സാകപ്പെടും എന്ന് തോന്നലുണ്ടായി. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇടപെടുകയും ഇയാളോട് മാറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. BJP അവിടെ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ തോറ്റു പുറത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. പക്ഷേ BJP വളരെ നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മണിപ്പൂർ കത്തുപിടിച്ചു, നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങളവിടെ കത്തിച്ചു കളഞ്ഞു. അതൊക്കെ വലിയ പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത വിഷയങ്ങളാണ്. മാത്രമല്ല അവിടുത്തെ വനിതകൾക്ക് നിഷ്ഠൂരമായിട്ടുള്ള അക്രമത്തിന് വിധേയമാകേണ്ടതായിട്ട് വന്നു. വലിയ പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുന്നതിനേക്കാൾ അതൊക്കെ ഉയർന്നു വന്ന സമയത്ത് യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു ഗതികേടിലേക്ക് ഇത് എത്തിച്ചേരുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാവുകയാണ്. വാസ്തവത്തിൽ 60 MLAമാരാണ് അവിടെ ഉള്ളത്. അതിൽ കോൺഗ്രസിൻ്റെ MLAമാരെന്ന് പറഞ്ഞാൽ ഓൺലി 5 പേരേ ഉള്ളൂ. എന്നിട്ടും ഇത്ര പെട്ടെന്നൊരു ചേഞ്ച് വരിക എന്ന് പറയുന്നത് അല്പം അത്ഭുതം. എനിക്ക് തോന്നുന്നു ഫ്രം വിത്തിൻ ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടെന്നാണ്. പലപ്പോഴും RSSകാർ ഈയിടെ പറഞ്ഞായിരുന്നു ഈ ഭരണകൂടത്തിൻ്റെ ഇനഫിഷ്യൻസിയെ പറ്റി RSSും വിമർശിച്ചിരുന്നു. അപ്പോൾ ഒരു രീതിയിലും അകത്തുനിന്ന് സപ്പോർട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം, ഈ കലാപത്തിൽ ബീരൻ സിംഗിന് എന്തോ വ്യക്തമായ പങ്ക് ഉണ്ട് എന്നും പറഞ്ഞ് അത് പ്രൂവ് ചെയ്യുന്നൊരു ഓഡിയോ ടേപ്പ് സുപ്രീം കോടതിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച ഏജൻസി പറഞ്ഞിരിക്കുന്നത് 90% ഉറപ്പാണത് ജെന്യുവിനാണെന്ന്. അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുക്കികൾക്ക് എന്തായാലും ഇദ്ദേഹത്തെ മാറ്റണം എന്ന് തന്നെയായിരുന്നു നിർബന്ധം. പിന്നെ ഇപ്പോൾ വരുന്ന പോലീസിൻ്റെ ആയാലും മറ്റ് സെൻട്രൽ ഫോഴ്സസിൻ്റെ ആയാലും ബാക്കി സേനകളുടെയൊക്കെ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെയൊക്കെ ചീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ വിടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപക്ഷെ പ്രസിഡന്റ് റൂൾ വന്നേക്കാം. അപ്പോൾ ആ കാര്യത്തിലൊക്കെ കുക്കികൾക്ക് വളരെ സന്തോഷമാണ്. കുക്കികൾക്ക് പ്രധാനമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നത് ഈ പറയുന്ന ബീരൻ സിംഗിനോടായിരുന്നു. അദ്ദേഹം ഇതിൽ കോംപ്ലിസിറ്റാണ്, ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. അതെ, അവരെ വംശഹത്യ നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ഇയാൾ എന്നവർ വിശ്വസിക്കുന്നു. അതിനുള്ള കാരണങ്ങളും അവർ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. എന്നാൽ കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നതായിട്ടുള്ള വീഡിയോ ടേപ്പിൽ ഇയാൾ അതിന് പ്രോത്സാഹനജനകമായിട്ടുള്ള രീതിയിൽ സന്ദേശം നൽകുന്നതായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഇനി കോടതിയുടെ മുന്നിൽ വരുന്ന സമയത്തും ഈ മുഖ്യമന്ത്രിയെ മാറ്റാൻ BJP നിർബന്ധിതമായി തീരും. BJP MLAമാരെതിരെ അത് വളരെ വളരെ സ്പഷ്ടമാണല്ലോ. അകത്ത് നിന്നുള്ള എന്താണ് സ്ഫോടനാത്മകമായിട്ടുള്ള ഈ ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുന്നതിന് കാരണമായി തീർന്നത്. അവരെതിർക്കുക, അവർ പറയാണ് കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവരട്ടെ, ഞങ്ങൾ വോട്ട് ചെയ്ത് ഇയാളെ പുറത്താക്കും എന്ന് കേന്ദ്ര നേതൃത്വത്തിനോട് പറഞ്ഞു. അപ്പോൾ BJPക്കാർക്ക് വേണ്ടാത്ത ഒരു നേതാവിന് എന്തിനു ചുമക്കണം BJP? ഇതാണ് പ്രശ്നം. BJPക്കാണെങ്കിൽ 32 MLAs ഉണ്ട്, കോൺഗ്രസിന് 5 MLAമാരുള്ളൂ. എന്നാലും കോൺഗ്രസിന് ഈ BJPക്ക് വിപ്പ് കൊടുത്താലും ആ വിപ്പ് ലംഘിക്കാൻ ഉള്ള മോഡിലാണ് ഇപ്പോൾ BJP. അതിൽ വളരെയധികം MLAമാർ, അതാണ് പ്രശ്നം. അത് അത്രമാത്രം ഇയാൾ വെറുപ്പിച്ചു, അവരെ വെറുപ്പിച്ചു, പൊതുസമൂഹത്തെ വെറുപ്പിച്ചു, കുക്കികളെ ശത്രുക്കളുമാക്കി. അതെ, കുക്കികൾ പിന്നെ ആരംഭം തൊട്ട് തന്നെ ഇദ്ദേഹത്തെ മാറ്റണം, കളയണം എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അല്ല, എന്ത് ഒരു ഭീകരമാണ്. ഇന്ത്യക്ക് തന്നെ മൊത്തം അപമാനകരമായ രീതിയിൽ അക്രമം അഴിച്ചുവിട്ട ഒരു പ്രദേശമായിട്ട് മണിപ്പൂർ മാറുകയാണ് ചെയ്യുന്നത്. മണിപ്പൂരിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ പരിശോധിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ അകത്ത്. അത് പലതും പറയും. അതെല്ലാം പ്രധാനപ്പെട്ട ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ബീരൻ സിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ഈ ബീരൻ സിംഗ് എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് വീണ്ടും കൂടുതൽ പരിശോധിക്കുന്ന സമയത്താണ് അത് അദ്ദേഹത്തിന് വംശീയമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അതിക്രമ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ദുരന്തമാണ്. അദ്ദേഹം ക്ലിയറായിട്ട് മേത്തൈ വിഭാഗത്തോട് അല്പം പാർഷ്യലായിട്ടുള്ള സപ്പോർട്ട്, അതായത് മുഖ്യമന്ത്രി ഇയാൾ മേത്തൈ വിഭാഗത്തിൽപ്പെട്ടതാണ്, നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അവരുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാം. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിനെയും ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയണം. ആ ഒരു ഇംഗ്ലീഷ് ക്യാരക്ടർ വേണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ മനുഷ്യൻ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ
സ്വസ്ഥമായും സമാധാനപൂർവ്വമായും ജീവിക്കും. ഇത് കുക്കികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇയാൾ ഞങ്ങളെ കൊല്ലാൻ നടക്കുകയാണ്, ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു, വംശഹത്യയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നവരങ്ങ് വിശ്വസിക്കുകയും നിരവധി ആളുകൾ ഇപ്പോഴും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ആവശ്യമാണ്. നേരത്തെ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം അതിനകത്ത് ഇടപെടുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമായിരുന്നു. പക്ഷേ അതവർ ചെയ്തില്ല. ഇപ്പോൾ പക്ഷേ അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തത് അവരുടെ തന്നെ MLA-മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗതികെട്ടിട്ടാണ് ഇപ്പോൾ ഇയാളെ പിടിച്ച് ഇവർ പുറത്താക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പുറത്താക്കില്ലായിരുന്നു. അതായത് അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി. ഈ BJP MLAs തന്നെ ഇത് ഉടക്കിന് തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ലാസ്റ്റ് റിസോർട്ടായിട്ട് ഈ പണി ചെയ്യുന്നത്. അതെ, അതാണ് അവസാനത്തെ മുട്ടുശാന്തി പണിയായിട്ട് അത് മാറിയാണ്. അത് രാഷ്ട്രീയത്തിന് നല്ലൊരു കാര്യമല്ല ശരിക്കും. കാരണം എവിടെയെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഏത് പാർട്ടിയുടെ കാര്യത്തിൽ എങ്ങനെ അതിലിടപെടുകയും അതിൻ്റെ ശരിയായിട്ടുള്ള വഴി എന്ന് വെച്ചാൽ ജനങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ ഇങ്ങനെ കലാപങ്ങളുണ്ടായി എത്ര ഭീകരമായിരുന്നു ആ കലാപത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഒരിക്കൽ പോലും നമ്മുടെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കലാപമാണ് അവിടെ നടമാടുകയും മനുഷ്യ ശരീരം കത്തിച്ചു കളയുന്ന സ്ഥിതി വരെയും അവിടെ ഉണ്ടായിരുന്നു. ദേവാലയങ്ങളുടെ കാര്യം വിട്ടുകളെ ഇതല്ല, വീടുകൾ കത്തിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥനാലയങ്ങൾ കത്തിക്കുന്നു, പള്ളികൾ കത്തിക്കുന്നു, എല്ലാം വലിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു വട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കേന്ദ്രസേന നിരക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. അന്ന് അത് ചെയ്തില്ല. അന്ന് ചെയ്തില്ല. ഇനിയിപ്പോൾ അത് ചെയ്തേ പറ്റൂ. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് വരുന്ന പോലെയാണ് വരുന്നത്. ഇപ്പോൾ ഗവർണറെ ഇഷ്ടപ്പെട്ട കേന്ദ്രത്തിൻ്റെ ആൾ ഗവർണർ തൊട്ട് സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ചീഫ് തൊട്ട് ചീഫ് സെക്രട്ടറി തൊട്ട് എല്ലാവരും കേന്ദ്രത്തിന് താല്പര്യമുള്ള കേന്ദ്രത്തിൻ്റെ ചോയ്സായിട്ട് വരുന്ന ആൾക്കാരാണ് ഇനിയിപ്പോൾ അവിടെ ഉള്ളത്. BJPക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നല്ല ഒരു ലീഡർ അവിടെ ഉണ്ടെങ്കിൽ അയാളത്തെ മുഖ്യമന്ത്രിയാക്കി മാറ്റാം. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലീഡർ അവിടെ ഇല്ല. കുറേ കാലമായിട്ട് ഇദ്ദേഹം തന്നെ അവിടെ. അപ്പോൾ അത് പിന്നെ ചെയ്യാവുന്നത് പ്രസിഡൻഷ്യൽ റൂളാണ്. കാരണം ഇങ്ങനെ ആഭ്യന്തര കലാപം നിലനിൽക്കുന്നു. മറ്റൊന്നെന്ന് വെച്ചാൽ അതിർത്തി പ്രദേശം കൂടിയാണുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ശരിക്കും. ആ രീതിയിലൊക്കെ വേണമെങ്കിൽ പ്രസിഡൻഷ്യൽ റൂളിലേക്ക് പോകാം. പ്രസിഡൻഷ്യൽ റൂളിൽ വന്നാലും കുക്കീസ് വിൽ ബി ഹാപ്പി. അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം മെയ്തേയ്സ് ഇത് അങ്ങനെ എടുക്കും എന്ന് പറയാൻ പറ്റില്ല ഈ പ്രസിഡൻഷ്യൽ റൂൾ വന്ന്. അല്ല, ഇത് ഒരു വിഷയത്തിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് വലുതായിരിക്കും. ആർക്കും അത് പരിഹരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതും ഒരു വലിയ വിഷയമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഈ വിഷയത്തിലുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഇത് ഇത്രമാത്രം വഷളാവില്ലായിരുന്നു. ഒരു കലാപം ഉണ്ടായാൽ ആ കലാപത്തെ അപ്പം തന്നെ അതിനകത്ത് ഇടപെട്ട് അമർച്ച ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വ ഭാഗത്ത് നിന്ന് എന്നുവെച്ചാൽ BJPയുടെ നേതൃത്വത്തിൽ നിന്ന് വന്ന കാഴ്ചപ്പാടാണ് മേത്തികൾ ശക്തിപ്പെടട്ടെ, കാരണം അവരാണ് ഭൂരിപക്ഷം. അല്ല, നമുക്കത് പ്രതീക്ഷിക്കാം, എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടുത്തെ നേച്ചർ ആൻഡ് ക്യാരക്ടർ ആൻഡ് ഹിസ്റ്ററിയൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അത്ര ഓപ്റ്റിമിസ്റ്റിക് ആവുന്നത് അല്ല, ശരിയാണ്. അതായത് പലതരം കലാപങ്ങളൊക്കെ നടന്നതിന് ശേഷം പിന്നീട് വീണ്ടും അവർ ഇന്ത്യയുടെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സുമായിട്ട് മെയിൻ സ്ട്രീം ഭരണമായിട്ട് പൊരുത്തപ്പെട്ട് വന്നതായിരുന്നു. ഇപ്പം ഇവരുടെ മണിപ്പൂരിന് അത്രയും വലിയൊരു ഹിസ്റ്ററി ഇല്ല. പക്ഷേ നാഗാലാൻഡിലൊക്കെ ആർമിയായിട്ട് എത്രയോ കൊല്ലം അവർ യുദ്ധം ചെയ്തു. നാഗാലാൻഡിൽ ഒരു രക്ഷയില്ല, ആർമി വന്നിട്ട് ഒരു രക്ഷയില്ലാതെ വന്നിട്ട് എയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഏത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അതെ, അത് ശരിയാണ്. ഞാൻ പറയുന്നത് അതിങ്ങനെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അത് പിന്നീട് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ കൊണ്ടുനടന്നിരുന്നതാണ്. മണിപ്പൂരൊക്കെ അങ്ങനെ കൂടെ വന്നതാണ്. ഈ ഇറോം ശർമ്മയുടെ സമരം എന്നൊക്കെ പറയുന്നത് പട്ടാളത്തിനെതിരായിട്ടുള്ള രൂക്ഷമായ സമരമായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞവർ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെയും മെയിൻ സ്ട്രീം ലൈഫിൻ്റെയും പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞ സമയത്താണ് അവരുടെ ഇടയിലുണ്ടായ സ്പ്ലിറ്റ് പ്രശ്നമാക്കി. ആർമി സ്പെഷ്യൽ ഫോഴ്സസ് ആക്ട് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇറോം ശർമ്മയിലൊക്കെ നടന്നത്. പക്ഷെ അതും കൊണ്ടുവന്നത് കോൺഗ്രസ് ആയിരുന്നു പണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഇല്ലാതെ അവിടെ ആർമിക്ക് പെരുമാറാനും പറ്റില്ല. നോർത്ത് ഈസ്റ്റിൻ്റെ നേച്ചർ അങ്ങനെയാണ്, ഹിസ്റ്ററി അല്ല. അതല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഒരു ശരിയായി ഇങ്ങനെ വന്ന് പോയതായിരുന്നു. പക്ഷേ വീണ്ടും അത് തകരാറിലായിപ്പോയി. അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ, നടക്കട്ടെ. അതെ, നന്നായി വരട്ടെ, അത്രയും പറയാൻ പറ്റുള്ളൂ.